കുംഭമേള വൈറൽ താരത്തിന്റെ വിവാഹത്തിൽ പോക്സോ കേസ് അന്വേഷണം തുടരുന്നതിനിടെ വിവാഹത്തിന് പിന്നിലെ ഗൂഢാലോചന എന്നെ അന്വേഷിക്കണമെന്ന ആവശ്യം ശക്തമാകുകയാണ്. വിശ്വ ഹിന്ദു പരിഷത്താണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കേരളത്തിലെത്തിച്ച വിവാഹം നടത്തിയതിൽ എന്നെ അന്വേഷണം ആവശ്യപ്പെട്ട് രംഗത്തെത്തിയത്. വിവരങ്ങൾ നൽകാൻ വീണ ചേരുന്നുണ്ട്. വീണ, ഒറ്റ ചോദ്യം. ഈ പെൺകുട്ടിയെ 18 വയസ്സ് പോലും തികയാത്ത ഈ പെൺകുട്ടിയെ നിർബന്ധപൂർവ്വം കേരളത്തിലെത്തിച്ച് വിവാഹം കഴിപ്പിച്ചതിൽ ചില ഗൂഢശക്തികൾ, ഗൂഢലക്ഷ്യങ്ങളുണ്ട്. അതിൽ യാതൊരുവിധ സംശയവുമില്ല. എന്തായാലും ഈ വിവാഹം നടത്തിയ കല്യാണരാമന്മാരുണ്ടല്ലോ, അവർക്ക് എന്തായാലും നിയമ നടപടികൾ നേരിടേണ്ടി വരും. എന്താകും ചുരുക്കത്തിൽ അവരുടെ ഭാവി? അശ്വതി, ജനൻ TV ആദ്യമേ ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. കാരണം കുംഭമേളയിലൂടെ വൈറലായ പെൺകുട്ടി വിവാഹിതയാകുന്നു എന്നുള്ളൊരു വാർത്ത കൊട്ടി ആഘോഷിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിലടക്കം തരംഗമായ നിമിഷം തന്നെ ജനൻ TV പറഞ്ഞത് ശരിയാണ്, അത് വാസ്തവമാണെന്ന് കഴിഞ്ഞ ദിവസം തെളിഞ്ഞ കാഴ്ച തന്നെയാണ് കാണുന്നത്. അതിന് പിന്നാലെ ഉണ്ടായ നടപടികൾ തന്നെയാണ് നമ്മൾ ഈ മണിക്കൂറുകളിലും കഴിഞ്ഞ മണിക്കൂറുകളിലുമൊക്കെ കേട്ടതും. ഇന്നിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വിശ്വ ഹിന്ദു പരിഷത്ത് വിവാഹവുമായി ബന്ധപ്പെട്ട് NIA അന്വേഷണം വേണമെന്നുള്ളൊരു ആവശ്യം കൂടിയാണ് പറയുന്നത്. കാരണം ഈ പെൺകുട്ടി മധ്യപ്രദേശിൽ നിന്ന് കേരളത്തിലേക്ക് എത്തുന്നു. കേരളത്തിൽ തന്നെ എത്തുന്നതിന് പിന്നിൽ കേരളത്തിലെത്തി വിവാഹം ചെയ്യിപ്പിക്കുന്നതിന് പിന്നിൽ ഒരു ഗൂഢലക്ഷ്യം ഉണ്ടായിരുന്നു എന്നുള്ള പ്രധാനമായൊരു സംശയം കൂടി ഉയരുന്ന സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട വ്യാജരേഖ ചമയ്ക്കൽ, അത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതിൽ അന്വേഷണം വേണമെന്ന് പറയുന്നുണ്ട്. ജിഹാദികൾക്ക് ഇത് പങ്കുണ്ടോ, ഇതുമായി ബന്ധപ്പെട്ട് ലവ് ജിഹാദ് ആണോ എന്നുള്ള കാര്യങ്ങളിൽ കൂടി കൃത്യമായ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് NIA അന്വേഷണം വേണമെന്ന് ആവശ്യം ഉയർത്തിക്കൊണ്ട് വിശ്വ ഹിന്ദു പരിഷത്ത് രംഗത്തെത്തിയിരിക്കുന്നത്. വിശ്വ ഹിന്ദു പരിഷത്ത് ജനറൽ സെക്രട്ടറി അനിൽ വിളയാണ് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. കാരണം ഈ സംഭവം നടന്ന ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വിവാഹം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം തന്നെ കുട്ടിയുടെ മാതാപിതാക്കൾ രംഗത്തെത്തി പറയുന്നുണ്ട് തൻ്റെ മകൾക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്നുള്ളത്. 2009 ഡിസംബർ 30-നാണ് ജനിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ കുടുംബാംഗങ്ങൾ തന്നെ ഹാജരാക്കിയ ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല വിശ്വ ഹിന്ദു പരിഷത്തും മധ്യപ്രദേശിലെ ദേശീയ ഹൈന്ദവ സംഘടനകളും സംയുക്തമായി നൽകിയ പരാതിക്ക് പിന്നാലെയാണ് തീർച്ചയായും കുംഭമേള വൈറൽ താരമാണ്. പെൺകുട്ടിക്ക് 18 വയസ്സ് പോലും പൂർത്തിയായിട്ടില്ല. വീണ, എന്തായാലും ആ പെൺകുട്ടിയുടെ വീട്ടുകാർ അന്നേ ഈ കാര്യം പറഞ്ഞിരുന്നു. ആ പെൺകുട്ടിയുടെ മാതാവ് വളരെ രോക്ഷാകുലയായും ഒപ്പം വൈകാരികമായുമാണ് പ്രതികരിച്ചത്. പെൺകുട്ടി വളരെ പെട്ടെന്ന് പ്രശസ്തി ആർജിക്കുന്നു, പെട്ടെന്ന് മധ്യപ്രദേശിൽ നിന്നും കേരളത്തിലേക്ക് കൊണ്ടുവരുന്നു. കേരളത്തിൽ നിന്നും ഒരു വിവാഹം അല്ലെങ്കിൽ ഒരു കല്യാണം, ബാക്കി എല്ലാ കാര്യങ്ങളിലും വളരെ ആഴത്തിൽ പഠിക്കുന്ന സംസ്ഥാന സർക്കാർ എന്ന് സ്വയം അവകാശപ്പെടുന്നവർ തന്നെ വ്യാജരേഖ ചമയ്ക്കാൻ കൂട്ടുനിന്ന് ആ വിവാഹത്തിന് ഒത്താശ ചെയ്തു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ലവ് ജിഹാദ് ആണോ എന്നാണ് കേരളം ഇത് സംശയിക്കുന്നത്. അത് തന്നെയല്ലേ ഈ ഹൈന്ദവ സംഘടനകൾ മുന്നോട്ട് വെക്കുന്നത്. അന്നേ ഹൈന്ദവ സംഘടനകൾ തെളിവുകൾ സഹിതം സർക്കാരിന് പരാതി നൽകിയിട്ടും എന്തുകൊണ്ടാണ് സർക്കാർ ഇത്തരത്തിൽ ദ്രുതഗതിയിൽ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്? ഒപ്പം ഇപ്പം എന്താണ് ഒരു ടേൺ ഔട്ട്? തീർച്ചയായും അശ്വതി, ഈ പെൺകുട്ടി ഈ കുംഭമേളയിൽ വൈറലായതിന് പിന്നാലെ തന്നെ പല പരസ്യങ്ങൾക്കും ഉദ്ഘാടന ചടങ്ങുകൾക്കുമായി കേരളത്തിലെത്തിയിരുന്നു. വലിയ തരത്തിലുള്ള സ്വീകാര്യതയാണ് കേരളത്തിൽ പെൺകുട്ടിക്ക് ലഭിച്ചത്. തുടർന്ന് ഈ വിവാഹ ആവശ്യവുമായി ബന്ധപ്പെട്ട് പെൺകുട്ടി തലസ്ഥാനത്തേക്ക് എത്തുന്നു. തമ്പാനൂർ പോലീസ് രേഖകളൊക്കെ പരിശോധിച്ചു എന്ന് പറയുന്നു. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് ദ്രുതഗതിയിലാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി, ഒപ്പം തന്നെ MP ആയ A റഹീമും, ഒപ്പം തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ അടക്കമുള്ളവർ ഇടപെടുന്നത്. വിവാഹം ഉടനെ തീരുമാനിക്കുന്നു, ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുന്നു. തൊട്ട് പിന്നാലെ തന്നെ ഈ നേതാക്കളെല്ലാം ഓടിയിരച്ചുകൊണ്ട് അവിടെ എത്തുന്നു. വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ പിന്തുണയും നൽകുന്നു. ഈ CPM-ന്റെ ഈ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒപ്പം തന്നെ CPM സംസ്ഥാന സെക്രട്ടറിയുടെ അതുപോലെ MP-യുടെയും കാർമ്മികത്വത്തിലാണ് വിവാഹം നടന്നതെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. കാരണം ആ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതാണ്. അവർക്കെല്ലാം ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഇവർ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഇത് വിവാദമായി തങ്ങൾ പെടുമെന്ന് ഉറപ്പായ സാഹചര്യത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് കൈ കഴുകുന്ന ഒരു നിലപാട് ശിവൻകുട്ടി അടക്കമുള്ളവർ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം തങ്ങൾ വിവാഹത്തിൽ പങ്കെടുക്കാൻ മാത്രമാണ് എത്തിയതുമായി ബന്ധപ്പെട്ടുള്ള യാതൊരുവിധ കാര്യങ്ങൾക്കും ചുമതല നൽകുക അല്ലെങ്കിൽ നേതൃത്വം വഹിക്കുകയോ ഒന്നും ചെയ്തില്ലെന്നാണ് വിദ്യാഭ്യാസ മന്ത്രിയും ഒപ്പം തന്നെ A റഹീമിന്റെ ഭാഗത്തുനിന്നുമൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രതികരണം എന്നുള്ളതാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ അന്വേഷണം വേണമെന്നുള്ളതാണ് പറയുന്നത്. മാത്രമല്ല ഈ മാസം 21-ന് ബന്ധപ്പെട്ട രേഖകളുമായി ഹാജരാകണമെന്നാണ് മധ്യപ്രദേശിലെ DGP-ക്കും ഒപ്പം തന്നെ കേരളത്തിലെ സംസ്ഥാന പോലീസ് മേധാവിക്കും നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കാരണം എന്തർത്ഥത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു വിവാഹം നടക്കുന്ന രേഖകൾ പരിശോധിച്ചു എന്ന് പറയുമ്പോൾ പോലും കൃത്യമായിട്ടുള്ള ഒരു തെളിവുകൾ വേണ്ടേ? കാരണം തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ ഇതുമായി ബന്ധപ്പെട്ടെത്തുന്നത്. അപ്പോൾ ചില ഉന്നത ഉദ്യോഗസ്ഥർ, പോലീസിലെ അടക്കം ചില ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒത്താശ മൂലമാണ് ഒരു വിവാഹം നടന്നതെന്നുള്ള കാര്യങ്ങൾ കൂടി ബലപ്പെടുന്ന സാഹചര്യമുണ്ട്.
ഒപ്പം തന്നെ വിദ്യാഭ്യാസ മന്ത്രി ഒപ്പം തന്നെ ഈ ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയതാണോ ഇത്തരത്തിലുള്ള ഒരു വിവാഹം എന്നതുകൂടി ഏറ്റവും പ്രധാനപ്പെട്ടതായി അന്വേഷിക്കേണ്ടതുണ്ട്. കാരണം പെൺകുട്ടി എത്രയും വേഗം അഭയകേന്ദ്രത്തിലേക്ക് മാറ്റണം എന്നുള്ളൊരു ആവശ്യം കൂടിയാണ് ഉയരുന്നത്. ഒപ്പം തന്നെ പ്രതിയെ പിടികൂടി തുടർ നടപടികൾക്ക് വിധേയമാക്കണം എന്നുള്ളൊരു ആവശ്യം കൂടിയാണ് ഉയരുന്നത്. വ്യാജരേഖ ചമയ്ക്കലിലടക്കം നടപടി സ്വീകരിക്കണമെന്നൊരു ആവശ്യം കൂടി പറയുന്നുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുകയാണെങ്കിൽ വലിയ തരത്തിൽ കേരളത്തെ സംബന്ധിച്ച് ഈ സംസ്ഥാന സർക്കാർ ഒപ്പം തന്നെ ഈ CPM ഇതാണോ സംസ്ഥാന സർക്കാരും അല്ലെങ്കിൽ ഡിവൈഎഫ്ഐയും അല്ലെങ്കിൽ ഇടതുപക്ഷവും മുന്നോട്ട് വെക്കുന്ന ഈ സ്വാതന്ത്ര്യം, മതേതരത്വം, സോഷ്യലിസം ആണല്ലോ. അതിലെ സ്വാതന്ത്ര്യം ഇതാണോ? 18 വയസ്സ് തികയാത്ത പെൺകുട്ടിക്ക് ആരെ വേണമെങ്കിലും വിവാഹം കഴിക്കാം, അതിൽ നിയമത്തിൽ നിന്നുമുള്ള ഒരു സ്വാതന്ത്ര്യം അത് സംസ്ഥാന സർക്കാരും അല്ലെങ്കിൽ അവരുടെ പ്രതിനിധികളും ചെയ്തു കൊടുക്കുമെന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അത്തരത്തിലുള്ള ഒരു വിമർശനം കൂടി ഉയരുന്ന സാഹചര്യമാണ് അശ്വതി. കാരണം സംസ്ഥാനത്ത് നമ്മൾ സമത്വം, സ്വാതന്ത്ര്യം, അത്തരത്തിലുള്ള സോഷ്യലിസം കാര്യങ്ങൾക്ക് വളരെ പ്രാധാന്യം നൽകുന്നു എന്ന് പറയുന്നുണ്ട്. വിദ്യാഭ്യാസങ്ങൾക്കൊപ്പം തന്നെ സ്ത്രീ സുരക്ഷയ്ക്ക്, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്, അവരുടെ ഉന്നമനത്തിനൊക്കെ പ്രാധാന്യം നൽകുന്നു എന്ന് പറയുന്ന ആളാണ് ഈ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായ ശിവൻകുട്ടി. ഇതുമായി ബന്ധപ്പെട്ടുള്ള രേഖകളൊന്നും പരിശോധിക്കുകയാണോ ഈ പെൺകുട്ടിയുടെ വിവാഹത്തിന് പങ്കെടുക്കാൻ എത്തിയെന്നുള്ളൊരു വിമർശനം കൂടി ശക്തമായ സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ ഇവർ ഓടിയെത്തിയ സമയത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇവരോട് സംസാരിച്ചു എന്ന് പറയുന്നുണ്ട്. ഈ പെൺകുട്ടിക്ക് വേണ്ടി ഇവിടെ കാര്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്തു കൊടുത്ത ചിലരുണ്ട് എന്ന് പറയുന്നുണ്ട്. അവരുമായി കൃത്യമായി രേഖകൾ പരിശോധിച്ചോ, സംസാരിച്ചിരുന്നോ? ഒപ്പം തന്നെ ഒരു പെൺകുട്ടി കേരളത്തിലേക്ക് അഭയം തേടി വരുമ്പോൾ അതിന്റെ സാഹചര്യം എന്താണ്? മധ്യപ്രദേശിലെ പോലീസുമായി സംസാരിച്ചിരുന്നോ? കുട്ടിയുടെ കുടുംബാംഗങ്ങളുമായി സംസ്ഥാനത്തെ പോലീസ് ഉദ്യോഗസ്ഥർ സംസാരിച്ചിരുന്നോ എന്നുള്ള സുപ്രധാന ചോദ്യങ്ങൾ കൂടി ഉയരുന്ന സാഹചര്യമാണ്. എന്തായാലും മുട്ടാന്യായങ്ങൾ നിരത്തിക്കൊണ്ട് CPMന്റെ നേതാക്കൾക്ക് ഇതിൽ നിന്ന് തലയൂരാൻ കഴിയില്ല. കാരണം ദേശീയ പട്ടികവർഗ വകുപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇടപെട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഈ CPMന്റെ നേതാക്കൾക്കടക്കം ഉത്തരം പറഞ്ഞേ മതിയാവൂ. ഒരു ഭാഗത്ത് ന്യായങ്ങൾ നിരത്തുന്നു പോലും മറ്റു ഭാഗത്ത് ദൃശ്യമായി ഇവർ അതെ വീണ, അത് തന്നെയാണ്. ഒരുപാട് പേർ ഇതിന് ഉത്തരം പറയേണ്ടി വരും. എൻ്റെ ഒരു സംശയം കൃഷ്ണരാജ്, എന്തായാലും ഇനി മറ്റ് സംസ്ഥാനങ്ങളിലും ഇതുപോലെ 18 വയസ്സ് തികയാത്ത പെൺകുട്ടികളൊക്കെ വിവാഹം കഴിക്കാനായി കേരളത്തിലെത്തുമോ? അവർക്കൊക്കെ ഇതുപോലെ സഹായം ചെയ്തു കൊടുക്കുമോ? ഈ പറഞ്ഞ സ്വാതന്ത്ര്യം അത് നിയമത്തിൽ നിന്നുമുള്ള സ്വാതന്ത്ര്യമാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും കല്യാണരാമന്മാരെല്ലാം കുടുങ്ങും, അല്ലെ? കുടുങ്ങണമല്ലോ. കാരണം ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ, സമൂഹത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് അവകാശപ്പെടുന്നവർ ശരിയെന്ത് തെറ്റെന്ത് എന്ന് തിരിച്ചറിഞ്ഞിട്ട് വേണം, രേഖകൾ പരിശോധിച്ചു വേണം ഇറങ്ങി പുറപ്പെടാൻ. ഇതെങ്ങനെയും ഞങ്ങൾ മതേതരത്വത്തിന്റെ കാവലാളാണ് എന്ന് ബോധ്യപ്പെടുത്താൻ, സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇത്തരം പ്രവണതകൾ കാണിച്ചു കൂട്ടുന്നതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കുക തന്നെ. ഇപ്പോൾ ഈ പറഞ്ഞ ആൾക്കാർക്കെതിരെ മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപാട് മാധ്യമങ്ങൾ, കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ, മുഖ്യധാരാ മാധ്യമങ്ങൾ ഇത് വലിയ ആഘോഷമാക്കി. നമുക്കറിയാലോ ഇവർക്കൊക്കെ വളരെ ഈസിലി ആക്സസിബിൾ ആണ് ഈ പെൺകുട്ടിയുടെ പ്രായം തിരക്കുക എന്നുള്ളത്. ഒപ്പം കുറേ പുരോഗമനവാദം പറയുന്ന ഈ ഇൻസ്റ്റഗ്രാം ഹാൻഡിലുകൾ, അതിലെല്ലാം ഈ വിവാഹത്തെപ്പറ്റി വലിയ രീതിയിലുള്ള കൊട്ടിഘോഷങ്ങൾ, അതിനെ വലിയ രീതിയിലെ മതേതരത്വമായൊക്കെ കൺസിഡർ ചെയ്യുന്നു. ഇതൊന്നും നമുക്ക് അംഗീകരിക്കാനാകുന്ന കാര്യങ്ങളല്ല. കാരണം 18 വയസ്സ് പോലും തികയാത്ത ഒരു പെൺകുട്ടിയുടെ വിവാഹമാണ് നടക്കുന്നത്. എന്തിനാണ് ഇവിടെ ഭരണഘടന, എന്തിനാണ് ഇവിടെ നിയമങ്ങൾ എന്ന ചോദ്യം കൂടി വരുന്നുണ്ട്. ഇവർക്കെതിരെ എല്ലാം നടപടിയെടുക്കണം. ഉറപ്പായും അതുണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കപ്പെടുന്നു. കാരണം ചെയ്തയാൾ മാത്രമല്ല, അതായത് കെട്ടിയോൻ മാത്രമല്ല, കെട്ടിച്ചോരും കുടുങ്ങണം. നമ്മുടെ ചർച്ച തന്നെ ഇന്നലെ അതായിരുന്നു, ജനൻ ഡിബേറ്റ് തന്നെ. ഏതായാലും